ഹായ് ഓൾ, ഇറ്റ്സ് സൺഡേ മോർണിംഗ്. എല്ലാവർക്കും ഹോളിഡേ ആണെങ്കിലും നമുക്കൊരു റെസ്റ്റ് ഇല്ലല്ലോ അല്ലേ. നേരെ കിച്ചണിലേക്ക് വന്നു. സൺഡേ ആണെങ്കിലും സാറ്റർഡേ ആണെങ്കിലും എല്ലാ ദിവസവും നമുക്ക് ഒരേപോലെ തന്നെ. അപ്പോൾ സൺഡേസിൽ എല്ലാവരും വെറുതെ ഇരിക്കുമ്പോൾ നമുക്കും ആഗ്രഹം ഉണ്ടാവില്ല അവരുടെ കൂടെ ഇരിക്കണമെന്ന്. അപ്പം പിന്നെ വേഗം കിച്ചണിലേക്ക് വന്നിട്ട് നേരെ നമ്മുടെ ഡ്യൂട്ടീസൊക്കെ തുടങ്ങുകയാണ്. കുക്കിംഗ് ഒക്കെ വേഗം കഴിച്ചാൽ തന്നെ നമ്മൾ പകുതി നമ്മുടെ പണികൾ കഴിഞ്ഞു. ഞാൻ ഇന്നത്തെ പോലെ തന്നെ തലേ ദിവസം അരിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നേരെ അതിൻ്റെ ഗ്യാസാണ് ഓണാക്കുക. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് ഞാൻ ഫ്രീസറിൽ നിന്ന് നമ്മുടെ ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുള്ള മീനില്ലേ അതൊക്കെ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. ഈ കുക്കറിൽ കിടക്കുന്നത് ഇന്നലെ രാത്രി കടല വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് കടലക്കറി നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ വേഗം തേങ്ങ മാത്രം ഒന്ന് അരച്ച് ചേർത്താൽ മതിയല്ലോ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ രാത്രി ഒക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ എനിക്ക് വേഗം തന്നെ പണികൾ തീരുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാം കൂടി രാവിലെ ചെയ്യുമ്പോൾ ആകെ കിച്ചൺ മൊത്തം അങ്ങ് മെസ്സാവും. അപ്പോൾ ഇതാ ആദ്യം തന്നെ കടലക്കറിക്കുള്ള തേങ്ങ റെഡിയാക്കാണ്. അപ്പോൾ ഫ്രീസറിൽ എപ്പോഴും തേങ്ങ ചിരകിയിട്ട് സെറ്റാക്കി വെക്കും. അപ്പോൾ അത് ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോഴത്തേക്ക് ചോറ് അവിടെ ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കോവക്ക ഉപ്പേരിയാണ് ആ ചട്ടി കിടക്കുന്നത്. ഉപ്പേരിക്കുള്ള കാര്യങ്ങളൊക്കെ തലേ ദിവസം സെറ്റാക്കി വെക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇഞ്ചി തൊലി കളഞ്ഞ് വെക്കും. പിന്നെ നമ്മുടെ ഉള്ളികളിലെ അതൊക്കെ തോല് കളഞ്ഞിട്ട് അങ്ങ് വെക്കും. അപ്പോൾ ഇതാ കടലക്കറിയിൽ തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കോവക്ക ഉപ്പേരിയിലേക്ക് നമ്മുടെ തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വരട്ടി എടുക്കുക. ഈ കോവക്കയിൽ ഉപ്പേരി വെക്കുമ്പോൾ നമ്മൾ തീരെ വെള്ളം ചേർക്കാതെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് കുറേ സമയം വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇതാ ഞാൻ ചായ വെക്കുകയാണ്. ഒരു എനർജി നമുക്ക് വേണ്ടേ. അപ്പം പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചായക്ക് വെള്ളം വെക്കുകയാണ് കേട്ടോ. വെള്ളവും പാലും. വെള്ളം കുറച്ചേ എടുക്കും, പാലാണ് കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ ഇതാ ഉപ്പേരിക്ക് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. കാരണം നമ്മളിത് ഇതിൽ തീരെ വെള്ളം വെച്ചിട്ടില്ല. പിന്നെ ഉപ്പേരി അവിടെ സെറ്റാവുന്നുണ്ട്, കടലക്കറി അവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ കടലക്കറിയിലേക്ക് വറവ് ഇട്ട് വെക്കണം. ഇപ്പോൾ വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വിലയല്ലേ, അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടാണ് വറവിടുക. അപ്പോൾ നമ്മൾ കടുക് ജസ്റ്റ് ഒന്ന് പൊട്ടാൻ വേണ്ടി മാത്രം കുറച്ച് വെളിച്ചെണ്ണ അത് ഒഴിക്കും. നമുക്കിങ്ങനെ കിച്ചണിൽ എല്ലാവർക്കും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുണ്ടാവില്ല. ചിലവർക്ക് അത് മാത്രമായിരിക്കും ഭയങ്കര ഒരു ഹാരായിട്ട് വരുന്നത്. എനിക്കിങ്ങനെ ഒരുപാട് സമയം ഈ കിച്ചണിൽ ഇരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കിച്ചണിൽ രാവിലെ കയറുമ്പം തന്നെ 2 കാര്യങ്ങൾ, അതായത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസും പിന്നെ നമ്മുടെ ലഞ്ചിൻ്റെ ഐറ്റംസും ഒരുമിച്ച് അങ്ങ് കുക്ക് ചെയ്യും. അപ്പം ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് തലേദിവസം ഇതിൻ്റെ പ്ലാനിങ് ഉണ്ടായിരിക്കണം. അപ്പോൾ പ്ലാൻ ചെയ്ത് നമ്മൾ മുറിച്ചിട്ടും അരിഞ്ഞും ഒക്കെ വെച്ചാൽ അത് വേഗം നമുക്ക് ഈസി ആയിരിക്കും. നമ്മുടെ ഈസി വഴികൾ നമ്മൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ ഈ കിച്ചണിൽ എവിടെയും പോയിട്ടില്ല. അടുത്ത് തന്നെ ഉണ്ട്, സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. പക്ഷേങ്കിൽ ഇതാ പണി കിട്ടി. പാല് തിളച്ച് പറഞ്ഞു. അപ്പോഴേക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല, അത് മിസ്സായിപ്പോയി. അങ്ങനെ എല്ലാം മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മറിഞ്ഞ ആ സമയത്ത് ആ സ്പോട്ട് തന്നെ അതങ്ങ് ക്ലീൻ ആക്കി വെക്കുക. എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് അത് വെക്കാമെന്ന് വിചാരിച്ചാൽ ആ ചൂടിൽ ആ പാൽ അവിടെ അങ്ങ് പറ്റിപ്പിടിക്കും. അപ്പം നമ്മൾ ആ സ്പോട്ടിൽ തന്നെ അത് തുടച്ച് വെക്കുകയാണെങ്കിൽ ആ പണി നമുക്ക് അവിടെ ഈസി ആയിരിക്കല്ലേ. അപ്പോൾ കുക്കിംഗ് ഇങ്ങനെ കഴിക്കാൻ ഞാൻ ചെയ്ത ഏറ്റവും വലിയ ട്രിക്ക് എന്ന് പറയുന്നത് ഇത് 2 കാര്യങ്ങളും മെയിൻ കോഴ്സുകൾ. അതായത് നമ്മുടെ കേരളീയർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പിന്നെ നമ്മുടെ ഡിന്നറും അല്ലേ. വൈകുന്നേരത്തെ സ്നാക്സ് കഴിക്കുന്നവരുണ്ട്, കഴിക്കാത്തവരുണ്ട്. അപ്പോൾ ഇത് 2ആണ് ഞാനിവിടെ മെയിനായിട്ട് കാണുന്നത്. പിന്നെ രാത്രിയല്ലേ, രാത്രിയാകുമ്പോൾ നമുക്ക് ഒരുപാട് ബ്രേക്ക് ഉണ്ട്. അപ്പം പിന്നെ അത്ര ബുദ്ധിമുട്ട് വരില്ല. അതുകൊണ്ട് ഇത് 2ഉം പെട്ടെന്ന് ചെയ്ത് അങ്ങ് തീർക്കും. അപ്പോൾ ഇവിടെ കടലക്കറി ആയിട്ടുണ്ട്, ഉപ്പേരി ആയിട്ടുണ്ട്. അതിനിടയിൽ ആ ഒരു ഭാഗങ്ങളൊക്കെ അങ്ങ് ക്ലീൻ ചെയ്ത് അങ്ങ് പോകുന്നുണ്ട്. അപ്പം പിന്നെ ലാസ്റ്റ് അത്ര ബുദ്ധിമുട്ട് വരില്ല. പിന്നെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ചോറും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കടലക്കറിയുടെ പാത്രം അങ്ങ് മാറ്റി വെക്കണം. പിന്നെ രാവിലത്തെ കടി അതിപ്പോൾ ഇതാ ഞാൻ ഈ എളുപ്പപ്പണിക്കാണ് ഈ ആവി പാത്രത്തിൽ വെക്കുന്നത്. പുട്ടുപൊടിയും തേങ്ങയും കൂടി അങ്ങ് കൂട്ടിക്കുഴച്ചിട്ട് ഈ ഒരു പാത്രത്തിൽ സ്റ്റീം ചെയ്യാൻ അങ്ങ് വെക്കും. അപ്പോൾ പിന്നെ വേഗം അങ്ങ് കഴിയും. പിന്നെ ചിലവർക്കുണ്ടാവേ ഈ ഷേപ്പ് പുട്ടിൻ്റെ ഷേപ്പ് തന്നെ വേണമെന്ന് പറയുന്നവർ. അപ്പം പിന്നെ ചില ദിവസങ്ങളിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യോ എന്നങ്ങ് പറഞ്ഞിട്ട് അങ്ങ് ഒപ്പിക്കും. അപ്പം പിന്നെ അങ്ങനെ ആദ്യമെല്ലാം ചെറിയൊരു കുഴപ്പങ്ങളുണ്ടായിരുന്നു മക്കൾക്കൊക്കെ. അപ്പം ഞാൻ അധിക ദിവസങ്ങളിലും ഇങ്ങനെ അങ്ങ് വെക്കും. അപ്പം പിന്നെ അവരും അത് യൂസ്ഡായി. ഇനി എനിക്കിപ്പോൾ മെയിനായിട്ട് പണിയുള്ളത് മീനിൻ്റെ കാര്യങ്ങളാണ്. മീൻ കറിയും വെക്കണം, പിന്നെ മീൻ പൊരിക്കുകയും ചെയ്യണം. പിന്നെ ഈ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയോന്ന് പലരും ചോദിക്കാറില്ലേ, ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ ഈ ചെയ്യുന്നത് കിട്ടും എന്നെങ്കിലും കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. നമ്മളൊക്കെ സാധാരണക്കാരല്ലേ. സെലിബ്രിറ്റീസിനൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടാൽ മതി. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഒരുപാട് കഷ്ടപ്പെടണം. ഞാനിപ്പം 631 വീഡിയോ 32 വീഡിയോ മറ്റാണ്. പക്ഷേങ്കിൽ ഇത് എന്നെങ്കിലും എനിക്ക് ഇതിൽ നിന്നും ഒരു വരുമാനം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഡെയിലി ഈ ക്യാമറയും വെച്ചിട്ട് ഈ പണിയെടുക്കുന്നത്. അപ്പോൾ ഇതിനെക്കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നാലും പക്ഷേങ്കിൽ നമ്മൾ വേറൊരു
വേറൊരു ജോലി ഉള്ളവരാണെങ്കിൽ ഇതിൽ നമ്മൾ സൈഡായിട്ട് കൊണ്ടുപോകാം. ഇതിനെ മെയിനായിട്ട് നമ്മൾ നോക്കണ്ട കേട്ടോ, കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലവരൊക്കെ ഇല്ലേ ഒരു മാസം കൊണ്ടൊക്കെ ക്ലിക്കായവരുണ്ട്, ഒരു വർഷം കൊണ്ടൊക്കെ ക്ലിക്കായവർ. അവരൊക്കെ ഭയങ്കര ഭാഗ്യം ചെയ്തവരാണ് കേട്ടോ. അവരുടെയൊക്കെ ചില സമയം സംസാര രീതിയും പിന്നെ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടായിരിക്കാം വേഗം തന്നെ ക്ലിക്കാകുന്നത്. അപ്പോഴേക്കിതാ മീനിൻ്റെ തണുപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മീനിൻ്റെ ഒരു കറിയും വെക്കണം, തേങ്ങാരച്ചിട്ടുള്ള കറിയില്ലേ അതും വെക്കണം. കുറച്ച് മീനെടുത്തിട്ട് പൊരിക്കുകയും ചെയ്യണം. വെളിച്ചെണ്ണയുടെ വില കാരണം പൊരിക്കലൊക്കെ കുറവാണ്. ഇനിയിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രമാണ് ഇന്നിതിപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് പൊരിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ കുറച്ച് യൂസ് ചെയ്തിട്ട് മീൻ പൊരിക്കാനുള്ളൊരു വഴിയെന്ന് പറയുന്നത് മീൻ നമ്മളൊന്ന് വരട്ടി പൊരിക്കുക എന്ന് പറയും. അതായത് മഞ്ഞളും മുളകും ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് പുളിയും ഒഴിച്ചിട്ട് ഒന്ന് വരട്ടിയെടുക്കുക, വറ്റിച്ചെടുക്കുക. എന്നിട്ട് അത് ആ മസാലയോടെ നമ്മളൊന്ന് ഇത്തിരി വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഡയറക്റ്റ് എണ്ണയിലിട്ട് പൊരിക്കുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മളിവിടെ അതിന് വരട്ടി പൊരിക്കുക എന്നാണ് പറയുക. അപ്പോൾ മീൻകറിയുടെ കാര്യങ്ങളൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വടകര നാട്ടിൽ എല്ലാ വീട്ടിലും ഒരേ ടേസ്റ്റിലുള്ള കറികളായിരിക്കും കേട്ടോ. നമ്മൾ നല്ല പാചകം അറിയുന്ന അമ്മമാരില്ലേ, അവരുടെയൊക്കെ മീൻകറി എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അത് മാത്രം മതി നമുക്ക് ചോറുണ്ട്. പണ്ടൊക്കെ ഈ റെസിപ്പി എത്ര ട്രൈ ചെയ്താലും കിട്ടാറില്ല, കാരണം അമ്മയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഇൻഗ്രീഡിയൻസ് ഞാനും യൂസ് ചെയ്യും, പക്ഷേങ്കിൽ ഔട്ട്പുട്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇപ്പം കണ്ടോ ചെയ്തോ എന്തോന്നറിയില്ല, കാലം കുറേ ആയില്ലേ, അപ്പോൾ ഇപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മീൻ കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിയും. അതിനിടയിൽ കുറേ പാത്രങ്ങൾ അപ്പം അങ്ങ് കഴുകി വെച്ചതുകൊണ്ട് ലാസ്റ്റ് അത്ര അധികം പാത്രങ്ങളൊന്നുമില്ല, എന്നാലും അത്യാവശ്യം പാത്രങ്ങളുണ്ട്, അതും അങ്ങ് കഴുകി വെച്ചു. അങ്ങനെ നമ്മുടെ കുക്കിംഗ് ഒക്കെ ഏകദേശം 2 മണിക്കൂർ കൊണ്ട് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് അടിച്ചു വരിയാൽ മതി. ഈ ഞായറാഴ്ചകളിൽ ഞാൻ ക്ലീനിങ് ഒന്നും ചെയ്യാറില്ല കേട്ടോ, കാരണം നമുക്ക് ഞായറാഴ്ചയല്ലേ എല്ലാവരുടെയും കൂടെ ഒരുമിച്ചൊന്നും ഇരിക്കാൻ പറ്റുക. അപ്പോൾ ബാക്കിയുള്ള ഡേയ്സിലെല്ലാം ഇങ്ങനെ നമ്മൾ പണികൾ ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് ചെയ്ത് തീർക്കും. അപ്പോൾ ഞായറാഴ്ച എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ സുജാതയുടെ മിക്സിയുടെ ജാറില്ലേ, അത് ചിലവർക്ക് മോശമായി പോയിട്ട് കാണാം അല്ലേ, ചില വീടുകളിൽ കാണാം അതിങ്ങനെ തോല് പൊളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കഴുകി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക, നന്നായിട്ട് തുടച്ചിട്ട് വെക്കുക. അത് മറക്കാതെ അങ്ങ് ചെയ്തോട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ തോലിങ്ങനെ പൊളിഞ്ഞിട്ട് ആകെ കാണാൻ വൃത്തികേടായിരിക്കും. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.